കല്യാണി കണ്ട ഇഷ്ടപ്പെടാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടാവുമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇഷ്ടമായി മാഡം, 100 വട്ടം. ഗുഡ്. അപ്പൊ ആനന്ദിന്റെയും ഗംഗയുടെയും നിശ്ചയം നടക്കുന്ന ദിവസം ഈ നിശ്ചയവും നടത്താം. എന്താ? എല്ലാം മേഡത്തിന്റെ ഇഷ്ടം പോലെ തന്നെ. ദാസേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനെന്ത് പറയാനാ മാഡം? മാഡത്തിന്റെ തീരുമാനം എന്താണോ അതനുസരിച്ചല്ലേ എനിക്ക് ശീലമുള്ളൂ. നീരജ്, നിനക്ക് കല്യാണിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലാകാം. തീർച്ചയായും സംസാരിക്കണം മാഡം. ഓക്കെ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചിട്ട് വാ. ശരി മാഡം, താങ്ക്സ്. അപ്പോ ഞാൻ ഇറങ്ങുന്നു. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ശരി മാഡം. ശരി മാഡം. എല്ലാം പറഞ്ഞതുപോലെ. നീരജ് വരൂ. ഓക്കെ മാഡം. കല്യാണി വരൂ. ഞാൻ കിച്ചണിൽ പോയി കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് വരാം. ആന്റി, ഇരിക്കും. ഇപ്പൊ മനസ്സിലായോ? നമ്മള് മനസ്സിൽ കണ്ട അഖിലം മാനത്ത് കാണും. ഇവിടെ വെച്ച് പെണ്ണ് കാണലും നടത്തിയ നമ്മൾ എന്തെങ്കിലും പണി ഒപ്പിക്കുന്ന അഖിലാന്റിക്ക് മനസ്സിലായി കാണും. അതാ തൃച്ചംബരത്തേക്ക് വന്ന പയ്യനെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി പെണ്ണിനെ കാണിച്ചത്. അല്ല, അഖിലാന്റി എവിടെ? നന്ദനെ, നീ അപ്പൊ അറിഞ്ഞില്ലേ കാര്യങ്ങള്? നിന്റെ അഖിലാന്റി ആ അടുക്കളക്കാരി കല്യാണിയുടെ പെണ്ണ് കാണൽ ചടങ്ങിന് പോയതാ ഔട്ട് ഹൗസിൽ. ആന്റി ഔട്ട് ഹൗസിൽ പോയെന്നോ? ആന്റി ഔട്ട് ഹൗസിൽ പോയി കല്യാണം ഉറപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമായ കാരണം ഉണ്ടാവും ഉറപ്പാ. ഗംഗ, ആന്റി, അച്ഛനും അമ്മയൊക്കെ എൻഗേജ്മെന്റിന് എത്തുമല്ലോ അല്ലേ? ഞാനിപ്പോ ഫോണിൽ സംസാരിച്ച് വെച്ചതേ ഉള്ളു ആന്റി. അവരെത്തും. ഓക്കെ. നന്ദന ആന്റി, മോള് തൃച്ചംബരത്തെ ഇളയ മരുമകളാണെങ്കിലും മൂത്ത മരുമകളെ പോലെ നിന്ന് എൻഗേജ്മെന്റ് ഭംഗിയായി നടത്തണം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിലാസിനി ആന്റിയോട് ചോദിച്ചാൽ മതി. ജയന്തിയും നിനക്ക് സഹായമായിട്ടുണ്ടാവും. ശരി ആന്റി. കല്യാണിയുടെ കല്യാണത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണോ? കല്യാണിയുടെ കല്യാണക്കാര്യം തീരുമാനിച്ചതാണല്ലോ, പിന്നെ എന്തിനാ ഒരു ഡിസ്കഷനൊക്കെ? ഓഹോ, അവിടെ വരെ എത്തി. നന്ദനയോട് മൂത്ത മരുമകളുടെ സ്ഥാനത്ത് നിന്ന് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറയായിരുന്നു. വെരി ഗുഡ്. കല്യാണിക്ക് പയ്യനെ നോക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. കല്യാണിയെ കാണാൻ പയ്യനെന്നാ വരുന്നത്? പയ്യനും വീട്ടുകാരും വന്ന് കല്യാണിയെ കണ്ടു കഴിഞ്ഞു. ഞാൻ ഔട്ട് ഹൗസിൽ പോയി എല്ലാം സംസാരിച്ചൊരു ധാരണയാക്കിയിട്ടാ കൃഷ്ണേട്ട വന്നത്. ഇപ്പൊ പയ്യൻ കല്യാണിയോട് സംസാരിക്കുക. ഓ, അത് ശരി. എത്രയും പെട്ടെന്ന് 2 നിശ്ചയങ്ങൾ ഒരുമിച്ച് നടത്തണം നമുക്ക്. അങ്ങനെ ആയിക്കോട്ടെ. നന്ദന ആന്റി, ആന്റി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ മോൾക്ക്? ഓർമ്മയുണ്ട് ആന്റി. ആനന്ദ്, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കല്യാണത്തിന്. നീ ഓഫീസ് കാര്യങ്ങളൊക്കെ അരവിന്ദിനെ ഏൽപ്പിച്ചിട്ടൊന്ന് ഫ്രീ ആവൂ. അരവിന്ദ്, കഴിഞ്ഞതൊക്കെ മറക്കുക. അതുകൊണ്ട്
നിന്നോടും അമ്മയ്ക്ക് പറയാനുള്ളത് ഈ കല്യാണം കഴിയും വരെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യണമെന്നാ. മനസ്സിലായോ? ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ വൈപ്പ്. എന്നാലും കല്യാണി മൗനത്തിലായതുകൊണ്ട് ഞാൻ തന്നെ തുടങ്ങാം. കല്യാണി, പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി ഒരുമിച്ച് യാത്ര പോകാനുള്ളവരാ നമ്മൾ. അതുകൊണ്ട് തന്നെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളുമൊക്കെ പരസ്പരം അറിയണം. എന്റെ വീട്ടിലെ ഒരേ ഒരു മകനാ ഞാൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിനും വാത്സല്യത്തിനും ഒന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അന്നവിചാരം മുന്നവിചാരമൊന്നല്ലേ? എനിക്ക് നോൺ വെജിനേക്കാൾ ഇഷ്ടം വെജാ. രാവിലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഓഫീസിൽ പോകാനിറങ്ങുന്ന സമയത്ത് അടുക്കളയിലേക്ക് കയറി അമ്മ ദോശക്കല്ലിൽ നിന്നും ഇളക്കിയെടുക്കുന്ന ദോശ ചൂടോട് അവിടെ നിന്ന് ചട്നിയും ചേർത്ത് കഴിക്കുന്നതാ പതിവ്. നല്ല ചൂട് ദോശയും ചട്നിയും അമ്മയുടെ സ്നേഹവും കൂടി ചേരുമ്പോ ഒരു പ്രത്യേക രുചിയാ അതിന്. കല്യാണി നന്നായി പാചകം ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കല്യാണിയെ പോലെ ശാലീന സൗന്ദര്യമുള്ള കുട്ടികളെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഒരു പ്രധാന ദുശ്ശീലം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് യേശുദാസ് പാടിയ പഴയ ഏതെങ്കിലും മെലഡി പാട്ടിന്റെ 4 വരിയെങ്കിലും കേൾക്കണം. അപ്പൊ മനസ്സ് നല്ല പ്ലസന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഞാൻ. ഇനി കല്യാണിയുടെ ഇഷ്ടങ്ങൾ കേൾക്കട്ടെ. ദേ വീണ്ടും മൗനം. മടിക്കാതെ പറഞ്ഞോ കല്യാണി. എന്റെ ഇഷ്ടങ്ങളിൽ ഏറ്റവും വലുത് വലിയ കുഞ്ഞ. വലിയ കുഞ്ഞോ? കല്യാണി ആരെയാ ഉദ്ദേശിച്ചത്? ആനന്ദ് സാറിനെയാണോ? അതെ, വലിയ കുഞ്ഞിനെ ഒരുപാട് ഇഷ്ടാ. പിന്നെ തൃച്ചംബരത്ത് അഖില മാഡത്തിനെ, ശിവരാമൻ സാറിനെ, പിന്നെ അനിയൻ കുഞ്ഞിനെ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സാർ. ദാസേട്ടന്റെ മോള് കല്യാണിക്ക് തൃച്ചംബരത്തോട് കൂറും വിശ്വാസവും അല്പം കൂടുതലാ. പിന്നെ വിളപ്പുറത്ത് അമ്മയെ ഒരുപാട് ഇഷ്ടമാ. വിളിച്ചാ വിളി കേൾക്കുന്ന ദേവി ആയതുകൊണ്ട് ഒരു നേരമെങ്കിലും കണ്ടിരിക്കണം. പിന്നെ ആർഭാടമില്ലാത്ത ജീവിതവും വിശ്രമമില്ലാത്ത ജോലിയും കല്യാണിക്ക് ഒരുപാട് ഇഷ്ടമാ. എല്ലാത്തിലും ഉപരിയായി ഈ ചെമ്പരത്തി പൂവ് കല്യാണിക്ക് അവളുടെ ജീവനേക്കാൾ പ്രിയമാ. പരാതികളും പരിഭവങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഈ ചെമ്പരത്തിയുമായിട്ടാണ് പങ്കുവയ്ക്കാറുള്ളത്. കല്യാണി ഗ്രാമത്തിൽ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. തൃച്ചംബരത്ത് വന്നതിന് ശേഷം കല്യാണി ആഗ്രഹിക്കുന്നതിനെല്ലാം ഓരോരോ തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവസാനം കല്യാണിക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ നടക്കും. അങ്ങനെ ഒരു പ്രത്യേക രാശിയാ കല്യാണിയുടേത്.
ഈ കല്യാണ കാര്യത്തിലും അവസാനം നിന്റെ ആഗ്രഹം പോലെ നടക്കൂ കല്യാണി. സന്തോഷമായിട്ടിരിക്കുക. പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാ മധുരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ. ആന്റി, ഒരു ബിസിനസ് ഡീലുമായി മുംബൈയിലേക്ക് പോകാനിരുന്നപ്പോഴാണ് ആന്റിയുടെ വിളി. നാളെ മടങ്ങാനുള്ള റിട്ടേൺ ടിക്കറ്റും എടുത്തതാ. പറയാൻറ്റി, എന്താ എത്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഓർമ്മയുണ്ടാകുമല്ലോ, അന്ന് ആനന്ദ് നീയുമായിട്ടുള്ള കല്യാണത്തിനും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഒരുക്കങ്ങൾ. അവസാന നിമിഷം താലി കഴുത്തിലേറും മുമ്പാ അത് മുടങ്ങിയത്. അതുപോലെ അവസാന നിമിഷം ഈ കല്യാണവും മുടങ്ങുമെന്നാ എനിക്കിപ്പോ സംശയം. വാട്ട്? വെറുതെ കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ. അല്ല, ഒന്നുമില്ലാതെ ആന്റി ഇങ്ങനെ സംസാരിക്കില്ലെന്ന് എനിക്കറിയാം. എന്താ ആന്റി, ഈ കല്യാണം മുടങ്ങാൻ ആനന്ദ് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് മുടങ്ങിപ്പോകുന്ന ആന്റിക്ക് സംശയം തോന്നാൻ കാരണം? ഈ കല്യാണം മുടങ്ങാൻ ആനന്ദ് തന്നെ പ്ലാൻ ചെയ്യണമെന്നില്ല. എന്താ, ഞാൻ വിചാരിച്ച പോരെ? വളരെ ഈസിയായി മുടങ്ങും. കാണണോ? എന്താ ആന്റി, ആന്റിക്ക് എന്താ പറ്റേ? ഇന്നലെ വരെ ആനന്ദും ഗംഗയും തമ്മിലുള്ള കല്യാണം നടത്താൻ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു കൂറുമാറ്റം? ഇപ്പോഴും കൂറ് ഇവിടെ തന്നെയാ. പക്ഷെ കല്യാണത്തിന് മുൻപ് എനിക്കൊരു കാര്യം അറിയണം. അതെ, ഈ കല്യാണം നടന്ന എനിക്കെന്താ ലാഭം? അതെനിക്കിപ്പോ അറിയണം. അല്ലെങ്കിൽ ഈ കല്യാണം മുടങ്ങും. ഞാൻ മുടക്കും. ഈ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെങ്കിലല്ലേ കല്യാണം മുടക്കൂ. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ഗംഗയുടെയും ആനന്ദിന്റെയും കല്യാണം നടന്നിരിക്കണം. അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളായി ഗംഗ തന്നെ തൃച്ചംബരത്ത് വലതുകാല് വെച്ച് കയറണം. വൈപ്പിക്കും ഞാൻ.
അതിനാര് തടസ്സം നിന്നാലും കൊന്നൊടുക്കും ഞാൻ. പ്രിയങ്ക വെറും വാക്ക് പറയാറില്ല. അയ്യോ പ്രിയങ്കേ, ഞാൻ വെറുതെ തോക്ക് മാറ്റ്. അറിയാതെ എങ്ങാനും വിരൽ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ തോക്ക് മാറ്റ്. ശ്ശോ, നീ എന്തിനാ പ്രിയങ്ക ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? എന്നെ നിനക്കറിയില്ലേ? ആ അന്നും ഇന്ന് നിന്റെ കൂടെ നിന്നിട്ടേ ഉള്ളു വിലാസിനി. തോക്ക് മാറ്റ്. എന്നെ ടെൻഷനാക്കിയത് ആന്റിയാ. പ്രിയങ്ക വെറുതെ തോക്കെടുക്കാറില്ല. അയ്യോ പ്രിയങ്കേ, ഇതിൽ എനിക്ക് എന്ത് ലാഭം എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നീ തോക്ക് മാറ്റ്. വിശ്വസിക്കാമല്ലോ എനിക്ക്. ആ വിശ്വസിക്കാം 100%. കൂട്ടത്തിൽ നിന്ന് ചതിച്ച സൂര്യാസ്തമയത്തിന് മുൻപ് തൃച്ചംബരത്തെ വിലാസിനിയുടെ ചിതയെരിയും. ഇത് പ്രിയങ്കയുടെ വാക്കാ. ഞാൻ എന്താ തമാശക്ക് ചോദിച്ചെന്നും പറഞ്ഞ് പെട്ടെന്ന് നീ തോക്കെടുക്കുന്ന ഞാൻ കരുതിയോ? ആന്റി എന്തിനാ വടിയെടുക്കാൻ പോയെ? അടികൊണ്ട പാമ്പ് പത്തിയെടുക്കുന്ന് കേട്ടിട്ടില്ല ആന്റി. ഇനി ആന്റിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം. ഗംഗയുടെയും ആനന്ദിന്റെയും കല്യാണം കഴിഞ്ഞ പിന്നെ തൃച്ചംബരത്തെ മഹാറാണി ആന്റിയ. 10-22 കൊല്ലമായി കൊണ്ടു നടക്കുന്ന മോഹം പൂവണിയുന്നു. എന്താ അതുപോരെ? അഖിലാണ്ടേശ്വരി ജീവിച്ചിരിക്കുമ്പോ ഒരിക്കലും അത് സാധിക്കാൻ പോകുന്നില്ല പ്രിയങ്കെ. അതിന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ജീവിച്ചിരുന്നാലല്ലേ? പ്രിയങ്കെ, നീ എന്തൊക്കെയായി പറയുന്നേ? സത്യം. കല്യാണം നടത്തി ക്ഷീണിതയായിരിക്കുന്ന അഖിലയ്ക്ക് രാത്രി കല്യാണി കൊടുക്കുന്ന പാലിൽ നമ്മൾ വിഷം കലർത്തുന്നു. അടുത്ത സൂര്യോദയം അഖിലയ്ക്ക് യമലോകവും. ആനന്ദിനെ സ്വന്തമാക്കാൻ കഴിയാത്ത പകയിൽ അഖിലാണ്ടേശ്വരിയെ വിഷം കൊടുത്തു കൊന്ന കല്യാണിക്ക് ജയിൽവാസവും സമ്മാനിക്കും. കല്യാണി അഖിലാണ്ടേശ്വരിയെ കൊന്നെന്ന് നാടും നാട്ടാരും, എന്തിന് ദാസ് വരെ വിശ്വസിക്കും. എന്താ അതുപോലെ ആന്റിക്ക് തൃച്ചംബരത്തെ റാണിയായിട്ട് വാഴാൻ? അയ്യോ മതി, ധാരാളം മതി. എന്നാ എല്ലാം പറഞ്ഞ പോലെ ഫ്ലൈറ്റിന് സമയമാവുന്നു. ഓ ശരി പ്രിയങ്കെ, ഫ്ലൈറ്റ് മിസ്സാക്കണ്ട. ബിസിനസ് ഡീലൊക്കെ നടക്കട്ടെ. ശരി. അവളെ സൂക്ഷിക്കണം. പുറത്ത് ഇവളിൽ എന്തോ നിഗൂഢതയുണ്ട്. അത് തീർച്ചയായും. അന്ന് ശിവരാമൻ സാറിനെ അപകടപ്പെടുത്താൻ നോക്കിയ ദിവസം ഗംഗ ആരെയായിരിക്കും ഫോൺ വിളിച്ചത്? അതാരാണെന്നറിയാൻ ഒരു തന്ത്രം പ്രയോഗിച്ചു നോക്കിയാലോ? ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. അതെ അതെ അതെ, ആ ഗംഗ ആരാണെന്നും അവളുടെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ എനിക്ക് മനസ്സിലായി.
ഇനി ഇത് തെളിവ് സഹിതം അഖില മാഡത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കേണ്ട താമസം കൂടെ ഉള്ളൂ. പിന്നെ ആരും കേൾക്കണ്ട, ഇവിടെ ചുമരുകൾക്ക് വരെ കാതാ. അപ്പോ നാളെ വിളിക്കാം. അയ്യോ, ഗ്യാസ് ഓഫ് ചെയ്തില്ല. ഹലോ, പറഞ്ഞോ ഗംഗേ.